നെക്സ്റ്റ് നമുക്ക് ഡി ബ്രോഗ്ലി വേവ്സ്, മാറ്റർ വേവ്സ്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ശരിക്കും ഡി ബ്രോഗ്ലി എന്നല്ല പ്രൊനൗൺസിയേഷൻ. ആക്ച്വലി ദ പ്രൊനൗൺസിയേഷൻ ഈസ് ഡി ബ്രോയ് എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ നമുക്ക് പറയാൻ എളുപ്പം, അല്ലെങ്കിൽ നമ്മുടെ സ്പെല്ലിങ്ങുകളൊന്നും കൃത്യമായിട്ട് എഴുതാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. ഇനി എന്താണ് ഈ ഡി ബ്രോഗ്ലി വേവ്സ് പറയുന്നതിന് മുമ്പ് നമുക്കറിയണം ഡുവൽ നേച്ചർ. എന്താണ് ഈ ഡുവൽ നേച്ചർ എന്ന് പറഞ്ഞാൽ രണ്ട് നേച്ചറുണ്ട്, ഓഫ് റേഡിയേഷൻ ആസ് വെൽ ആസ് ഓഫ് മാറ്റർ. ഡുവൽ നേച്ചർ റേഡിയേഷനും മാറ്ററും ഉണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇപ്പോൾ ലൈറ്റ് എന്ന് പറയുന്ന ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവാണ്, ഒരു റേഡിയേഷനാണ്. ലൈറ്റിൻ്റെ പാർട്ടിക്കിൾ നേച്ചർ ഉപയോഗിച്ച് നമുക്ക് റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ ഒക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കഴിയും. എന്നാൽ വേവ് നേച്ചർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയത്, നമുക്ക് ഇൻ്റർഫറൻസ്, ഡിഫ്രാക്ഷൻ, പോളറൈസേഷൻ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞു. അതേമാതിരി തന്നെ നമ്മൾ ഇവിടുത്തെ റേഡിയേഷനിൽ, അതായത് ലൈറ്റ് പോലത്തെ റേഡിയേഷനിൽ നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റൊക്കെ പാർട്ടിക്കിൾ നേച്ചർ ഉപയോഗിച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ എന്തായാലും ഈ ഫിനോമിനൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? പാർട്ടിക്കിൾ നേച്ചറും വേണം, വേവ് നേച്ചറും വേണം. സംടൈംസ് ഇറ്റ് വിൽ ബിഹേവ് എസ് പാർട്ടിക്കിൾ ആൻഡ് സംടൈംസ് ഇറ്റ് വിൽ ബിഹേവ് എസ് വേവ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിന് രണ്ട് നേച്ചറും ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത്. ദാറ്റ് ഈസ് ഡുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് ആസ് വെൽ ആസ് ദ മാറ്റർ. നൗ വി ആർ ഗോയിങ് ഫോർ ദ മാറ്റർ വേവ്സ്. നമ്മൾ ഡി ബ്രോഗ്ലി വേവ്സ്, അതായത് വേവ് നേച്ചറിലേക്ക് പോവുകയാണ്. അപ്പോൾ ഡി ബ്രോഗ്ലി എന്താണെന്ന് വെച്ചാൽ, ഡി ബ്രോഗ്ലി ഇൻ 1924 ഡി ബ്രോഗ്ലി പുട്ട് ഫോർവേഡ് ദ ബോൾഡ് ഹൈപ്പോത്തിസിസ്. എന്താ ഈ ബോൾഡ് ഹൈപ്പോത്തിസിസ് എന്ന് പറയാൻ കാരണം, അത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് സ്ട്രെസ് ചെയ്ത് പറയുന്നൊരു ഹൈപ്പോത്തിസിസ് എന്താണെന്ന് വെച്ചാൽ, ദ മെറ്റീരിയൽ പാർട്ടിക്കിൾസ് ഇൻ മോഷൻ, അതായത് പാർട്ടിക്കിൾസ് വിച്ച് ആർ ഇൻ മോഷൻ ഷുഡ് ഡിസ്പ്ലേ വേവ് ലൈക്ക് പ്രോപ്പർട്ടീസ്. അവർ എന്ത് ചെയ്യുന്നു, ശരിക്കും പറഞ്ഞാൽ വേവ് ലൈക്ക് പ്രോപ്പർട്ടീസ് കാണിക്കുന്നു. ഏതാണ്? മാറ്റർ വിച്ച് ഈസ് ഇൻ മോഷൻ ഓർ മെറ്റീരിയൽ പാർട്ടിക്കിൾസ് വിച്ച് ആർ ഇൻ മോഷൻ, ദേ ആർ ബിഹേവിങ് ലൈക്ക് വാട്ട് ഈസ് ഇറ്റ്, വേവ് നേച്ചർ. ഇനി എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് പറയുന്നത്? രണ്ട് ഇമ്പോർട്ടൻറ്റ് കൺസിഡറേഷനാണ് അദ്ദേഹം പറഞ്ഞത്. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്, രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ഗവേൺ ഓൾ ദ ഫോംസ് ഓഫ് ഫിസിക്കൽ യൂണിവേഴ്സ്, ദേ ആർ മാസ് ആൻഡ് എനർജി. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് കൺസിഡറേഷൻ. ഡി ബ്രോഗ്ലി സ്പെസിഫൈ ചെയ്ത രണ്ട് കൺസിഡറേഷനാണ്. എന്താണ് ഫസ്റ്റ് കൺസിഡറേഷൻ? എന്താ പറയുന്നത്? ടു ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ഗവേൺ ഓൾ ദ ഫോംസ് ഓഫ് യൂണിവേഴ്സ്, ദാറ്റ് മീൻസ് ഫിസിക്കൽ യൂണിവേഴ്സ് ആർ മാസ് ആൻഡ് എനർജി. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്കറിയാം. മാസിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷനാണ് ഈസ് ഈക്വൽ ടു എന്താണ്? mc². സോ മാസ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു എനർജി ആൻഡ് വി നോ ദാറ്റ് m ഈസ് ദ മാസ് ആൻഡ് c ഈസ് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ്. ഓൾ ദീസ് തിങ്സ് വി നോ ദാറ്റ്. ഇനി സെക്കൻഡ് പോയിൻ്റ് എന്താണെന്ന് പറയുന്നത്, നേച്ചർ ലവ് സിമെട്രി എന്നാണ് പറയുന്നത്. സെക്കൻഡ് കൺസിഡറേഷനിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ വി ക്യാൻ സേ നേച്ചർ ലവ് സിമെട്രി. സിമെട്രി യു നോ ദാറ്റ്, ഇസ്ൻ്റ് ഇറ്റ്? അപ്പോൾ സിൻസ് റേഡിയേഷൻ ഹാസ് ഡുവൽ ഫോം, അതായത് രണ്ട് ഫോം ഉണ്ട്, അപ്പോൾ രണ്ട് ഫോം സിമെട്രി കൺസിഡറേഷനാണ് വരുന്നത്, അല്ലേ? ആ രണ്ട് ഫോം ഓഫ് നമ്മുടെ സിമെട്രി കൺസിഡറേഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ പ്രെഡിക്റ്റ് ദാറ്റ് മാറ്റർ എന്തുണ്ട്? ശരിക്കും പറഞ്ഞാൽ മാറ്റർ ആൾസോ ഹാവിങ് ഡുവൽ നേച്ചർ. അപ്പോൾ ഈ രണ്ട് പോയിൻ്റാണ് നമ്മുടെ ഡി ബ്രോഗ്ലി സ്ട്രെസ് ചെയ്തിട്ട് എന്ത് പറയുന്നത്? രണ്ട് നേച്ചർ നമ്മുടെ മാറ്ററിനും അതുപോലെ തന്നെ റേഡിയേഷനും ഉണ്ട്. മാറ്ററാണ് നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. സോ വി വിൽ ഡിസ്കസ് അബൌട്ട് ദ മാറ്റർ വേവ്സ് ഓർ ഡി ബ്രോഗ്ലി വേവ്സ്. എന്താണ് ഡി ബ്രോഗ്ലി വേവ്സ് എന്നാണ് നമുക്ക് നോക്കാം. ആരെയാണ് ഈ മാറ്റർ വേവ്സ് എന്ന് വിളിക്കുന്നത്? വി വിൽ കൺസിഡർ എ മാറ്റർ. Inside the matter you can say that so many particles are there. If the particles are in motion and if they behave like wave, we can call it as matter waves. So if you are considering a matter here, any matter, any substance, if inside this matter ഈ പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്, if it is in the wave nature, we can call it as matter waves or de Broglie waves. So what is de Broglie waves എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? Waves associated with the moving particle. It's very simple definition നമുക്ക് കൊടുക്കാം. Waves associated with moving particle. Waves associated with
moving particle, we can call it as, what is it? Matter waves. Moving particle. So now we are going to discuss more about the de Broglie waves. ആ de Broglie വേവ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡിയിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ വേവ്സ് അസോസിയേറ്റഡ് വിത്ത് മൂവിങ് പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് മെയിനായിട്ട് നമ്മൾ പറയുന്നത് വേവ് ലെങ്ത് ആണ്. വേവ്സ് ഉണ്ടെങ്കിൽ എന്തായാലും വേവ് ലെങ്ത് ഉണ്ടാവും. വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു വേവിൻ്റെ ലെങ്ത്താണ്. അപ്പോൾ ഈ വേവ് ലെങ്ത് വിച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദിസ് പാർട്ടിക്കിൾ നമുക്ക് എന്ത് പറയാം? ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഇതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ ഡിറൈവ് ചെയ്യാൻ പോവാണ്. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്നാണ് ഈ ലെങ്ത്. വേവ് ലെങ്ത് associated with this matter wave, we'll call it as de Broglie wavelength. Now let us move on to the derivation part of the de Broglie wavelength. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ്. അത് നമുക്കറിയാവുന്ന ഇക്വേഷൻസ് എല്ലാം നമ്മൾ we will just write it and we will discuss it. എന്നിട്ട് നമ്മളത് ഡിറൈവ് ചെയ്തെടുക്കാൻ പോവാണ്. So let us move on to that. First we will write the equation for energy of a photon. നമുക്കറിയാം energy of a photon's equation എന്താ? is equal to h nu. h എന്താണ്? What is h? Planck's constant. That is a constant. And what is nu? Nu is the frequency. അപ്പോൾ e is equal to h nu, we got it. ഇനി നമുക്കറിയാം വെലോസിറ്റിയും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ v is equal to nu lambda എന്ന് പറയും. ഇനി നമ്മുടെ റേഡിയേഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. ലൈറ്റ് ഈസ് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് അല്ലെങ്കിൽ വെലോസിറ്റി അല്ലെങ്കിൽ ഈ റേഡിയേഷൻ നമ്മൾ വാക്യൂമിലാണ് എടുക്കുന്നതെങ്കിൽ വി ക്യാൻ ടേക്ക് ഇറ്റ് എ സി. സി ഈസ് ഈക്വൽ ടു എന്താണ്? ന്യൂ ലാംഡ. സോ വാട്ട് ഈസ് ന്യൂ ഫ്രം ദിസ് ഇക്വേഷൻ? സി ബൈ ലാംഡ. അത് നമ്മൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ എന്താ ഇക്വേഷൻ വരിക? എച്ച് സി ബൈ ലാംഡ. വി ഗോട്ട് എ ഈസ് ഈക്വൽ ടു എച്ച് സി ബൈ ലാംഡ, ഫസ്റ്റ് ഇക്വേഷൻ. പിന്നെ നമ്മളിപ്പോൾ കുറച്ച് നേരത്തെ പഠിച്ചു മാസ് എനർജി റിലേഷൻ. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഡി ബ്രോഗ്ലി മാറ്റർ വേവ്സ് കൊണ്ടുവന്നിരിക്കുന്നത്. സോ വി ക്യാൻ റൈറ്റ് ഇ ഈസ് ഈക്വൽ ടു എം സി സ്ക്വയേർഡ്. അത് സെക്കൻഡ് ഇക്വേഷനായിട്ട് എടുക്കാം. രണ്ടും എനർജിയുടെ ഇക്വേഷൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യാം. അപ്പം നമുക്ക് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്പയർ ചെയ്യാൻ പോവാണ്. കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും എനർജിയാണ്. സോ എച്ച് സി ബൈ ലാംഡ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? എം സി സ്ക്വയർ. സോ ഇപ്പോൾ ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ എം സി ഓർ എച്ച് ബൈ എം വി ഓർ എച്ച് ബൈ ബി. ഇതിനെ നമുക്ക് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തിൻ്റെ ഇക്വേഷൻ അല്ലെങ്കിൽ ഡി ബ്രോഗ്ലി വേവ് ഇക്വേഷൻ എന്ന് വേണമെങ്കിലും പറയാം. വി ക്യാൻ കോൾ ഇറ്റ് എസ് ഡി ബ്രോഗ്ലി വേവ് ഇക്വേഷൻ. ഡി ബ്രോഗ്ലി വേവ് ഇക്വേഷൻ ഓർ വേവ് ലെങ്ത്തിൻ്റെ ഇക്വേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഇക്വേഷന് നമുക്കറിയാവുന്ന ഒരു പോയിൻറ്റ്സ്, ഒന്ന് രണ്ട് പോയിൻറ്റ്സുകൾ നമുക്ക് പറയാം. ഫസ്റ്റ് പോയിൻറ്റ് വി ക്യാൻ സേ വിച്ച് ഈസ് ദ ഫസ്റ്റ് പോയിൻറ്റ്. ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ലാംഡ ഈസ് പ്രൊപ്പോർഷണൽ ടു 1/p എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മൊമെൻറ്റം. മൊമെൻറ്റം ഇൻക്രീസസ്, വേവ് ലെങ്ത് ഡിക്രീസസ്. ആ ഒരു റിലേഷൻ നമുക്കറിയണം. മാസും വെലോസിറ്റിയും വരുന്നുണ്ട്, പക്ഷേ ഒറ്റയടിക്ക് നമുക്ക് മാസ് ഇൻറ്റു വെലോസിറ്റി എന്താണ്? മൊമെൻറ്റമാണ്. ഇനി വാട്ട് ഈസ് ദ സെക്കൻഡ് പോയിൻറ്റ് വി ക്യാൻ സേ? സെക്കൻഡ് പോയിൻറ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് പറയാം ഫ്രീക്വൻസി. ലെറ്റ് വി ക്യാൻ സേ ഇപ്പോൾ ഫ്രീക്വൻസി 0 ആണെന്ന് വിചാരിക്കാം. ഫ്രീക്വൻസി 0 എന്ന് പറയുമ്പോൾ ന്യൂ 0 ആണ്. ന്യൂ 0 എന്ന് പറഞ്ഞാൽ എനർജി ഓഫ് ഫോട്ടോൺ ഇല്ല. ഇനി നമുക്ക് മൂവ് ചെയ്യുന്നില്ല എന്നിരിക്കാം, പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0 ആണെന്ന് പറയാം. ഓക്കെ, വെലോസിറ്റി 0 ആണെങ്കിൽ വേവ് ലെങ്ത് എന്തായിരിക്കും? ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. വെലോസിറ്റി 0, മാസ് ഇൻറ്റു 0. അപ്പോൾ ലാംഡ എന്തായിരിക്കും? ലാംഡ ഇൻഫിനിറ്റ് ആയിരിക്കും. അപ്പോൾ ലാംഡ വിൽ ബി ഇൻഫിനിറ്റ്. എന്താ അതിൻ്റെ അർത്ഥം? ദാറ്റ് മീൻസ് ഇഫ് വെലോസിറ്റി ഈസ് നോട്ട് ദെയർ, ദാറ്റ് മീൻസ് വെലോസിറ്റി ഇല്ലെങ്കിൽ ദ വേവ്സ് ആർ അസോസിയേറ്റഡ് വിത്ത് മെറ്റീരിയൽ പാർട്ടിക്കിൾസ് അല്ലേ? മെറ്റീരിയൽ പാർട്ടിക്കിൾസ് മാത്രമാണ്. അപ്പോൾ എപ്പോഴാണോ ഇവൻ മോഷനിൽ വരുന്നത്, അതായത് എപ്പോഴാണോ മൂവ് ചെയ്യുന്നത്, അപ്പോൾ മാത്രമേ നമുക്ക് ഡി ബ്രോഗ്ലി വേവ്സ് അസോസിയേറ്റഡ് വിത്ത് ദ പാർട്ടിക്കിൾസ് വിച്ച് ആർ ഇൻ മോഷൻ ഓൺലി എന്നുള്ളത് ക്ലിയറായി. വേവ് ലെങ്ത് ഇപ്പോൾ ഇൻഫിനിറ്റി എന്നൊന്നും പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ വെലോസിറ്റി 0 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻ റെസ്റ്റ്, സോ ദ വേവ് ലെങ്ത് വിൽ ബി ഇൻഫിനിറ്റ്. അപ്പോൾ ദാറ്റ് ഈസ് ദ സെക്കൻഡ് കണ്ടീഷൻ. അപ്പോൾ ഓൾറെഡി നമ്മൾ ഡി ബ്രോഗ്ലി വേവ്സ് പറഞ്ഞു, മാറ്റർ വേവ്സ് എന്താണോ പറയുന്നത് അല്ലെങ്കിൽ ഡി ബ്രോഗ്ലി എന്താണോ പറയുന്നത് അത് ക്ലിയർ ആയിട്ട് നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാവും. വാട്ട് ഈസ് ദ തേർഡ് പോയിൻറ്റ്? മൂന്നാമത്തെ പോയിൻറ്റ് നമുക്ക് എന്ത് പറയാം?
മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ടു ബി അസോസിയേറ്റഡ് വിത്ത് ദി ഡി ബ്രോഗ്ലി വേവ് എ പാർട്ടിക്കിൾ നീഡ് നോട്ട് ഹാവ് എ ചാർജ്. ചാർജ് വേണമെന്ന് നിർബന്ധമില്ല. ഒരു പാർട്ടിക്കിളാണ്, അത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, അത് മാറ്റർ വേവ്സ് ആണെന്ന് പറയാം. അപ്പോൾ ഡി ബ്രോഗ്ലി വേവുമായിട്ട് അസോസിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു പാർട്ടിക്കിളിന്, ഏത് പാർട്ടിക്കിളാണോ മൂവ് ചെയ്യുന്നത് അതിന് ചാർജ് വേണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ടാണ് അതിനെ നമ്മൾ പേര് വിളിക്കുന്നത് എന്താണ്, മാറ്റർ വേവ്. ദാറ്റ് ഈസ് വൈ ദേ ആർ നോൺ ആസ് മാറ്റർ വേവ്. ദാറ്റ് ഈസ് എ തേർഡ് പോയിന്റ്. സോ വാട്ട് ഈസ് ദ തേർഡ് പോയിന്റ് വി ക്യാൻ സേ, ഈ പാർട്ടിക്കിളിന് എന്ത് വേണമെന്നില്ല, പാർട്ടിക്കിൾ എന്താണ്, നീഡ് നോട്ട് ഹാവ് എ ചാർജ്. മസ്റ്റായിട്ടും ചാർജ് വേണമെന്ന് നിർബന്ധമില്ല. നീഡ് നോട്ട് ഹാവ് എ ചാർജ്. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് ആസ് മാറ്റർ വേവ്സ്. ഇനി നാലാമത്തെ പോയിന്റും കൂടെ നമുക്ക് പറയാം. വാട്ട് ഈസ് ദ ഫോർത്ത് പോയിന്റ് വി ക്യാൻ സേ, ഡി ബ്രോഗ്ലി വേവ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അല്ല. കാരണം കനോട്ട് ബി ആൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. വൈ? ബിക്കോസ് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ആക്സിലറേറ്റഡ് ചാർജ് പാർട്ടിക്കിൾസ് ആണ്. നമുക്കറിയാം ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇലക്ട്രിക്കും ഉണ്ട് മാഗ്നറ്റിക്കും ഉണ്ട്. ടൈം വേരിയിങ് ഇലക്ട്രിക്കും ടൈം വേരിയിങ് മാഗ്നറ്റിക്കും കൂടെ വരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് കിട്ടുന്നത്. അപ്പോൾ ഒരു ചാർജ് വെറുതെ റെസ്റ്റിലാവുമ്പോൾ നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് കിട്ടുന്നില്ല. ഇഫ് ഇറ്റ് ഈസ് മൂവിങ്, അതെങ്ങനെ മൂവ് ചെയ്യണം, അതിൻ്റെ വെലോസിറ്റി കൂടി വരണം. ദാറ്റ് ഈസ് വൈ ആക്സിലറേറ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആക്സിലറേറ്റഡ് ചാർജ് പാർട്ടിക്കിൾസ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് കിട്ടുന്നത്. അപ്പോൾ ഫോർത്ത് പോയിന്റ് നമുക്ക് എന്തായിട്ട് പറയാം, ഈ ഡി ബ്രോഗ്ലി വേവ് എന്താവണമെന്ന് നിർബന്ധമില്ല. ഇറ്റ് കെ നോട്ട് ബി ദിസ് വേവ്, ദിസ് മാറ്റർ വേവ്സ് cannot be an electromagnetic wave. EM wave എന്ന് ഞാൻ ചുരുക്കി എഴുതാം, electromagnetic wave. So these are the points we will get it from this equation. De Broglie വേവിൻ്റെ ഇക്വേഷൻ നമുക്ക് these are the points we are getting. ഇനി നമുക്ക് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തിൻ്റെ തന്നെ ഇക്വേഷൻസ് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ലാംഡയുടെ ഇക്വേഷൻ നമ്മൾ എഴുതി h/p. ഇനി നമുക്ക് ഡിഫറെൻറ്റ് ഫോംസിലേക്ക് എഴുതാനായിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, വി ആർ ഗോയിങ് ടു കൺസിഡർ ആൻ ഇലക്ട്രോൺ മൂവിങ് വിത്ത് വെലോസിറ്റി v. എപ്പോഴാണ് മൂവ് ചെയ്യുന്നത്, അതിന് വോൾട്ടേജ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും വി ആർ ഗിവിങ് സം എനർജി. ആ എനർജി നമ്മൾ കൊടുക്കുന്നത് വി ആർ ഗിവിങ് some voltage. That means this electron is accelerated with a voltage. Now what we are going to do it, we are going to consider an electron. We are going to consider an electron moving with the velocity v when it is accelerated. When it is accelerated with a voltage. With an accelerated with a voltage v. ഇത് തമ്മിൽ മാറിപ്പോവരുത്. This is velocity and that is the voltage v. Now we can say that de Broglie wavelengthൻ്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ലാംഡ is equal to എന്താണ്, h/p, or we can write h/mv. If an electron is moving, the electron means e നമ്മൾ എഴുതുന്നു മാത്രം, ചാർജ് e, it is moving with v, velocity v, which is accelerated with a voltage v എന്ന് പറയുമ്പോൾ എനർജിയുടെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം, E is equal to E into v that we have studied. Then energy, kinetic energy ആവാം half mv². ഇത് രണ്ടും എനർജിയാണ്. എപ്പോൾ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എനർജി കൈനറ്റിക് എനർജി. നമ്മൾ പൊട്ടൻഷ്യൽ കൊടുക്കുമ്പോൾ വോൾട്ടേജ് കൊടുക്കുമ്പോൾ കിട്ടുന്ന എനർജി ഈസ് ഈക്വൽ ടു വി. ഇത് രണ്ടും കൂടെ നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, ഹാഫ് mv² ഈസ് ഈക്വൽ ടു EV എന്ന് എഴുതാം. So what is v² from this equation? v² is equal to 2EV/m. അപ്പോൾ v എന്തായിരിക്കും, റൂട്ട്. So we can write v is equal to root of 2EV/m. അപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ h/മാസ് ഇൻറ്റു വെലോസിറ്റി എന്താണ്, റൂട്ട് ഓഫ് 2EV/m. ഒരു m ക്യാൻസൽ ചെയ്യാം. ഒരു m ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു m ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ റൂട്ട് m വരും. സോ ആ റൂട്ട് m ഇതിനകത്ത് വരാം 2MEV. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ അനദർ ഫോം ഓഫ് ദ ഇക്വേഷൻ ആണ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തിൻ്റെ ഇക്വേഷനാണ്. ലാംഡ ഇസ് ഈക്വൽ ടു h ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2MEV.
വിക്ക് പകരം നമുക്ക് എനർജി എന്നുള്ള ഇക്വേഷൻ എഴുതാം, മീൻസ് എനർജി എന്നുള്ള ലെറ്റർ എഴുതാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വി ക്യാൻ റൈറ്റ് ദി ഇക്വേഷൻ എച്ച് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2me or you can write ek also. This is also de Broglie wavelength. അപ്പോൾ ഏത് ഫോമിലാണ് നമുക്ക് ഈ ഫോംസൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. എന്താണോ നമുക്ക് തരുന്നത് അത് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഡി ബ്രോഗ്ലി വേവ്ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് ഇപ്പോൾ മാസും ഇലക്ട്രോൺ നമുക്കറിയാം, ഇലക്ട്രോണിൻ്റെ ചാർജ് നമുക്കറിയാം, ഇലക്ട്രോൺ ആണെങ്കിൽ അതിൻ്റെ ചാർജ് അറിയാം. അതുപോലെ തന്നെ പൊട്ടൻഷ്യലും തന്നിട്ടുണ്ടെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ഡി ബ്രോഗ്ലി വേവ്ലെങ്ത്. ഇനി അതല്ല, ഡയറക്റ്റായിട്ട് എനർജി മാസും തന്നിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഫൈൻഡ് ദിസ് ആൾസോ. Now, if we are considering an electron, ഇപ്പോൾ നമ്മൾ ഇലക്ട്രോൺ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇലക്ട്രോണിൻ്റെ മാത്രം കേസാണെങ്കിൽ നമുക്കറിയാം മാസ് കോൺസ്റ്റൻ്റ് ആണ്, എനർജി ദാറ്റ് മീൻസ് ചാർജ് കോൺസ്റ്റൻ്റ് ആണ്, എച്ച് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് കോൺസ്റ്റൻറ്റ് ഫോർ എൻ ഇലക്ട്രോൺ തന്നെയാണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. എന്നാലും ഒന്നും കൂടെ വ്യക്തമായിട്ട് നമുക്ക് എഴുതുകയാണെങ്കിൽ ഫോർ എൻ ഇലക്ട്രോൺ വി ക്യാൻ സേ H remains constant, mass remains constant and E are constant. ഇതൊക്കെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? We can write lambda is equal to H, M, E and 2 is also constant. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എച്ചിൻ്റെ വാല്യൂ എത്രയാണ്? 6.67 × 10⁻³ ദെൻ മാസ് ഓഫ് എൻ ഇലക്ട്രോൺ എത്ര വരുന്നത്? 9.1 × 10⁻31 കിലോഗ്രാം. എന്ന് പറയുന്ന ചാർജ് ഓഫ് ഇലക്ട്രോൺ 1.6 × 10⁻19. ഈ വാല്യൂസൊക്കെ നമുക്കിതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എച്ചിൻ്റെ വാല്യൂ എമ്മിൻ്റെ വാല്യൂ ഒക്കെ ഞാനിവിടെ നിന്ന് എഴുതുന്നുണ്ട്. എച്ചിൻ്റെ വാല്യൂ 6.67 × 10⁻34. ദെൻ വാട്ട് ഈസ് ഇറ്റ്? മാസ്, അതായത് എം, മാസ് ഓഫ് ഇലക്ട്രോൺ ആണ് കേട്ടോ. ഇലക്ട്രോൺ 9.1 × 10⁻31 കിലോഗ്രാം. Then we can say E, charge of an electron. Charge of electron എന്ന് പറയുന്നത് 1.6 × 10⁻19 കൂളം. ഈ വാല്യൂസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ആർ ഗെറ്റിംഗ് ദ വാല്യൂ 150/V. കണ്ടോ? ലാംഡ ഇസ് ഈക്വൽ ടു എന്താണ്? റൂട്ട് ഓഫ് 150/V ആണ് കിട്ടുന്നത്. ഇനി അതിൻ്റെ യൂണിറ്റും കൂടെ നമ്മൾ എഴുതാറുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ യൂണിറ്റ് എഴുതുന്നത്? ഒന്നിലെ ആങ്സ്ട്രോങ്ങിൽ എഴുതാം, അല്ലെങ്കിൽ നാനോമീറ്ററിൽ എഴുതാം. റൂട്ട് ഓഫ് 150 എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് 12.27 ഡിവൈഡഡ് ബൈ റൂട്ട് V ആങ്സ്ട്രോങ് ഓർ 1.227 ഡിവൈഡഡ് ബൈ റൂട്ട് V നാനോമീറ്ററിലും എഴുതാറുണ്ട്. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. കാരണം എന്ന് വെച്ചാൽ V മാത്രമേ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. V കിട്ടിക്കഴിഞ്ഞാൽ ആക്സിലറേറ്റിംഗ് പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡി ബ്രോഗ്ലി വേവ്ലെങ്ത്തിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഒരു ഇലക്ട്രോണിൻ്റെ കേസാണെങ്കിൽ നമുക്ക് ഇതെല്ലാം കോൺസ്റ്റൻ്റ് ആണ്, ഈ ഇക്വേഷൻ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പോൾ V സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് യു ക്യാൻ ഫൈൻഡ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ V 100 ആണെന്ന് വിചാരിക്കാം. ആക്സിലറേറ്റഡ് വോൾട്ടേജ് നമ്മൾ 100 ആണ് കൊടുത്തതെങ്കിൽ V 100 ആകുമ്പോൾ റൂട്ട് ഓഫ് 100 എത്രയാണ് വരുന്നത്? 10. അപ്പോൾ 12.27 ഡിവൈഡഡ് ബൈ 10 ആങ്സ്ട്രോങ് ആണ്. അപ്പോൾ 1.227 ആങ്സ്ട്രോങ് കിട്ടും. അപ്പോൾ ഡി ബ്രോഗ്ലി വേവ്ലെങ്ത്തിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നൗ വി ഹാവ് ടു പ്രൂവ് ദാറ്റ്, അതായത് ഈ ഡി ബ്രോഗ്ലി വേവ്ലെങ്ത് ഈ വാല്യൂ ആണെന്നുള്ളത് പ്രൂവ് ചെയ്യാൻ പോവാണ്. ആ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്, ഡേവിസൺ ആൻഡ് ജെർമർ എക്സ്പെരിമെൻറ്റ്. ലെറ്റ് us മൂവ് ഫോർ ദാറ്റ്. താങ്ക് യു.